90 അംഗ ഹരിയാന അസംബ്ലിയിൽ ഒക്ടോബർ 1 തെരഞ്ഞെടുപ്പ് നടക്കും. വോട്ടുകൾ ഒക്ടോബർ 4 എണ്ണും. ഇതിൻ്റെ മുന്നോടിയായി ഇന്ത്യ ലോക്പോൾ സംയുക്തമായി നടത്തിയ സർവേയാണിത്. ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് ഭൂരിപക്ഷം നേടാനാകാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 പ്രധാന തെരഞ്ഞെടുപ്പുകളും അഗ്നിപരീക്ഷയാകും. BJP ഭരണവിരുദ്ധത നേരിടുന്ന സംസ്ഥാനം കൂടിയാണ് ഹരിയാന. കർഷക സമരം, വിലക്കയറ്റം മൂലം മുഖ്യമന്ത്രിയെ തന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ഹൂഡയും സെൽജയും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മത്സരിക്കുന്നതിനാൽ പാർട്ടിയുടെ മൊത്തത്തിലുള്ള തന്ത്രത്തെയും പ്രകടനത്തെയും സ്വാധീനിച്ചേക്കാവുന്ന ഒരു ആഭ്യന്തര വെല്ലുവിളി നേരിടുകയാണ് കോൺഗ്രസ്. ആദ്യമായി ഹരിയാനയിലെ ഹിസാർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ സീറ്റുള്ള ജില്ലയാണ് ഹിസാർ. 7 മണ്ഡലങ്ങളിൽ 5 കോൺഗ്രസും 1 സീറ്റിൽ INLDയും 1 സ്വതന്ത്രനും ജയിക്കുമെന്ന് സർവേ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ BJPക്ക് സീറ്റൊന്നും ലഭിക്കില്ല. 2019 BJP ഇവിടെ 3 സീറ്റ് വരെ ലഭിച്ചിരുന്നു. 4 സീറ്റുള്ള ഗുഡ്ഗാവ് മണ്ഡലത്തിൽ 2 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റ് BJPക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. പാനിപ്പത്ത് മണ്ഡലത്തിൽ 4 സീറ്റുകളിൽ BJPക്ക് ലഭിക്കുന്നത് 1 സീറ്റും കോൺഗ്രസിന് ലഭിക്കുന്നത് 3 സീറ്റുമാണ്. ഇവിടെ 2019 BJPയും കോൺഗ്രസിനും ഈ 2 സീറ്റുകൾ വീതം ലഭിച്ചിരുന്നു. അടുത്ത 5 അസംബ്ലി മണ്ഡലമുള്ള സിർസ ആണ്. ഇവിടെ 3 കോൺഗ്രസിനും 1 INLDക്കും 1 സ്വതന്ത്രനും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. പാൽവൽ 3 സീറ്റിൽ 2 കോൺഗ്രസിനും 1 BJPക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. രേവാഡി മണ്ഡലത്തിൽ ആകെ സീറ്റ് 3 ആണ്. BJPക്ക് 2 സീറ്റും കോൺഗ്രസിന് 1 സീറ്റും ലഭിക്കുമെന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത്. ജിന്ദു അസംബ്ലി മണ്ഡലത്തിൽ 5 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസിനും INLDക്ക് 1 സീറ്റും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. ഫത്തേഹാബാദ് 3 നിയമസഭാ സീറ്റിൽ BJPക്ക് 1 സീറ്റും കോൺഗ്രസിന് 2 സീറ്റ് ലഭിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഭിവാനി 4 അസംബ്ലി മണ്ഡലത്തിൽ സർവേ പ്രകാരം 2 സീറ്റ് BJPക്കും 2 സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്ന് പറയുന്നു. 2019 BJPക്ക് ഇവിടെ 3 സീറ്റും ലഭിച്ചിരുന്നു. 4 സീറ്റുകളുള്ള മഹേന്ദ്രഗഡ് ഇവിടെ 2 സീറ്റ് BJPക്കും 2 സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. ഇവിടെ 42 സീറ്റ് കൂടെ സർവേ കഴിഞ്ഞതോടുകൂടി 12 സീറ്റ് BJPക്കും 25 സീറ്റ് കോൺഗ്രസിനും 3 സീറ്റ് INLDക്കും 2 സീറ്റ് സ്വതന്ത്രനും ലഭിക്കുന്നു. 5 കർണാൽ മണ്ഡലത്തിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസിനും ലഭിക്കും. 2019 BJPക്ക് ഇവിടെ 3 സീറ്റ് ലഭിച്ചിരുന്നു. പഞ്ചുകുല ആകെയുള്ള 2 സീറ്റിൽ 2 സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് സർവേ പറയുന്നു. 4 സീറ്റുള്ള കുരുക്ഷേത്രയിൽ 1 സീറ്റ് BJPക്കും 2 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് INLDയും കരസ്ഥമാക്കുന്നു. കൈത്താൻ നിയമസഭാ മണ്ഡലത്തിൽ ആകെയുള്ള 4 സീറ്റിൽ കോൺഗ്രസിന് 3ഉം INLDക്ക് 1 സീറ്റും ലഭിക്കുന്നു. യമുന നഗർ 4 നിയമസഭാ സീറ്റുകളിൽ 1 BJPക്ക് 3 സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്ന് കണ്ടെത്തുന്നു. അംബാല അസംബ്ലി മണ്ഡലം ആകെയുള്ള 4 സീറ്റുകളിൽ 1 BJPക്കും 3 കോൺഗ്രസിനും ലഭിക്കും. 6 അസംബ്ലി മണ്ഡലമുള്ള ഫരീദാബാദ് ഇവിടെ 2 സീറ്റ് BJPക്കും 3 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് INLDക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. 2019 BJPക്ക് ഇവിടെ 4 സീറ്റ് വരെ ലഭിച്ചിരുന്നു. അടുത്ത നൂഹ് നിയമസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ സീറ്റ് 3. ഈ 3 സീറ്റും കോൺഗ്രസ് തൂത്തുവാരുമെന്ന് പറയുന്നു. 2019 ഇവിടെ 3 സീറ്റും കോൺഗ്രസിന് ലഭിച്ചിരുന്നു. ജഡ്ജാർ 4 നിയമസഭാ മണ്ഡലത്തിൽ 4ലും കോൺഗ്രസ് വിജയിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിൻ്റെ ശക്തമായ 4 മണ്ഡലവും 2019 കോൺഗ്രസിന് ലഭിച്ചിരുന്നു. റോഹ്തക് മണ്ഡലത്തിൽ ആകെ സീറ്റ് 4. ഇതിൽ BJPക്ക് സീറ്റൊന്നും ലഭിക്കില്ല എന്നാണ് സർവേ. എന്നാൽ കോൺഗ്രസിന് 4 സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു. ചാർഗിദാദ്രിയിൽ 2 സീറ്റുകളാണുള്ളത്. ഈ 2 സീറ്റുകളും കോൺഗ്രസിന് ലഭിക്കുമെന്ന് സർവേ പറയുന്നു. സോണിപത്ത് 6 അസംബ്ലി മണ്ഡലത്തിൽ 6 സീറ്റും കോൺഗ്രസ് നേടുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ 19 സീറ്റ് BJPക്കും 62 സീറ്റ് കോൺഗ്രസിനും 7 സീറ്റ് INLDക്കും 2 സീറ്റ് സ്വതന്ത്രനും ലഭിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടായ ജില്ലയായിരുന്നു സോണിപത്ത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം നടത്തിയിരുന്നു.
ഹരിയാനയിൽ അതിൻ്റെ തുടർച്ചയെന്നോണം അസംബ്ലി മണ്ഡലത്തിലും കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് ലോക്പോൾ സർവേ വിലയിരുത്തുന്നു. തുടർച്ചയായി BJPയുടെ ഭരണവും മുഖ്യമന്ത്രിയെ മാറ്റുന്നതിലും ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ പ്രതിഫലിക്കുമെന്നും ലോക്പോൾ സർവേ വിലയിരുത്തുന്നു.